10 സെൻറ്റിമീറ്റർ ആരമുള്ള അർദ്ധവൃത്തത്തിൻ്റെ ചുറ്റളവ് കാണുക. ആരം എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സെമി സർക്കിളാണ് അർദ്ധവൃത്തം, സെമി സർക്കിൾ. നമ്മൾ അതിൻ്റെ സർക്കംഫറൻസ് കാണണം. ചുറ്റളവ് പറഞ്ഞാൽ സർക്കംഫറൻസ് കാണണം. അർദ്ധവൃത്തത്തിൻ്റെ ഏകദേശ രൂപം വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭാഗവും ഈ ഭാഗം കൂടി കൂട്ടണം. ഈ ഭാഗം എന്താ? വൃത്തത്തിൻ്റെ പകുതിയാണ്. വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്താണ്? 2πr ആണ്. അപ്പോൾ അതിൻ്റെ പകുതി ഈ ഭാഗം πr വരും. ഇത് ആരമാണ്. ഈ ഭാഗം ആരമാണ്, ഈ ഭാഗം ആരാണ്. അപ്പോൾ ഈ ഭാഗം ഒന്നിച്ചിട്ട് 2r എന്ന് വരും. അപ്പോൾ അർദ്ധവൃത്തത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടണം. അതായത് അർദ്ധവൃത്തത്തിൻ്റെ ചുറ്റളവ് കാണുന്ന സൂത്രവാക്യം πr പ്ലസ് 2r എന്ന് വരും. നമുക്കിതിൽ രണ്ടിലും r പൊതു ഘടകമാണ്. r കോമൺ ഫാക്ടറായിട്ട് എടുത്തു കഴിഞ്ഞാൽ r ഇൻറ്റു ഇവിടെ എന്ത് വരും? ബാക്കി പൈ, ഇടയിൽ ചിഹ്നം പ്ലസ്, ഇവിടെ എന്താ? 2. അപ്പോൾ r പൊതു ഘടകമായിട്ട് എടുത്തു ഇൻറ്റു π പ്ലസ് 2. നമുക്കിതിൽ വില കൊടുത്താൽ മതി. ആരം എത്രയാണ്? 10 ആണ്. ഇൻറ്റു പൈൻ്റെ വില 3.14 എന്ന് സൗകര്യപൂർവ്വം എടുക്കാം. 22/7 ആണ്. പക്ഷേ കുറച്ചുകൂടി ഇവിടെ സൗകര്യം 3.14 ആണ്. പ്ലസ് 2. 10 ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ട ഇൻറ്റു ആണ്. 3.14 കൂടെ 2 കൂട്ടുമ്പോൾ ഈ 2ഉം 3ഉം കൂടി കൂട്ടിയാൽ മതി. കാരണം ഇതിൽ ദശാംശം ഇല്ല, അതുകൊണ്ട് ഇതിൻ്റെ കൂടെയാണ് കൂട്ടേണ്ടത്. 2ഉം 3ഉം 5.14. 5.14 10 കൊണ്ട് എങ്ങനെ ഗുണിക്കുക? 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു ദശാംശ സംഖ്യയിൽ എന്താ സംഭവിക്കുക? 10ൽ ഒരു 0ആണ്. അപ്പോൾ ഒരു സ്ഥാനം വലത്തോട്ട് നീങ്ങും. ഈ ദശാംശം മാറി ഇങ്ങോട്ട് വരും. ഉത്തരം 51.4 സെൻറ്റിമീറ്റർ.